അസ്സലാമു അലൈക്കും. സബീത്ത തലയിൽ തേക്കുന്ന എണ്ണ കാച്ചാൻ വേണ്ടി പോവുകയാണ്. തലയിൽ പണ്ടെല്ലാം അരിമേദാദി എന്ന എണ്ണയായിരുന്നു തേക്കൽ. എനിക്ക് പണ്ടേ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഉപേക്ഷിച്ച് ഇപ്പം ഞാൻ മറ്റേ നമ്മൾ കാച്ചിയ എണ്ണയാണ് തേക്കുന്നത്. അതിന് കറ്റാർ വായ എൻ്റെ വീട്ടു വളപ്പിൽ തന്നെ വളർത്തുന്ന വിവരം നിങ്ങൾക്കറിയാലോ. ഞാനിപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടാച്ചിട്ടുണ്ട്. ഇതാ എല്ലാം ഉണ്ടാ. ഇത് കുറേ ദിവസമായി പറിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാട് പോലെ ആയിക്ക് അങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുക. ഓ നല്ല ഉറപ്പുണ്ടെന്നു അല്ലേ. ഇങ്ങനെ പറിച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ കൊമ്പ് പിടിച്ചോട്ടടാ പിടിക്ക്. ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കുക. ആ ഇല ഇല അതുണ്ട്. കുറേ മതി. 500 വെളിച്ചെണ്ണയാണ് കാച്ചെന്നുള്ളൂ ഞാൻ. ഇനി കുറേ ഇട്ടാൽ ശരിയാവില്ല. എന്താ ഇപ്പം കഞ്ഞെണ്ണയൊന്നും കാണുവാനില്ല. അപ്പം കഞ്ഞെണ്ണി നമ്മളെ വീട്ടു വളപ്പിൽ തന്നെ ഞാനായിട്ടാ വളർത്തുന്നുണ്ടാവുള്ളൂ. എടുക്ക ഇത് കുറേ ദിവസമായി ഇതിനാ പറിക്കണം നേരത്തിന്. ഈ സഞ്ചിയിലാണ് കുഴിച്ചിട്ടുണ്ട്. സഞ്ചിയില കുഴിച്ചിട്ടല്ല അവിടെ പൊടിച്ചതാ താനെ. താനെയല്ല വിത്ത് ഇങ്ങനെ പായിക്കൊടുക്കും എല്ലാവരും. പിന്നെ മയത്ത് വിത്ത് വീണ് പൊടിക്കുകയും ചെയ്യും. നീ പിടിക്ക്, ഞാൻ വലിച്ചെടുക്കട്ടെ. പിടിച്ചോളെ. ആടിന് ചപ്പ് നിൽക്കുന്നുണ്ട്. ഇത് മതി ഒരു പിടി. ഇനിയിപ്പോൾ ഞാൻ ഇതും കൊണ്ടാച്ചിങ്ങനെ കാണിച്ചു നിങ്ങൾക്ക്. കറ്റാറ് ചെമ്പരത്തി ചപ്പ് പറിച്ചിട്ടില്ലല്ലോ. ഇവിടെ ചെമ്പരത്തി ഉണ്ടായിരുന്നു മക്കളെ. ഒലിക്ക് മതിൽ ഒലിക്ക് കരട് ഒഴിക്കുന്നേരം മതിൽ പറിച്ചു കൊടുത്തില്ല നമ്മളെ. അപ്പോൾ അവിടെ ഉണ്ട്. അന്നേരം എല്ലാം പോയി. ഇനി അങ്ങ് പോയി പറിക്കണം. പറിക്കുന്നതൊക്കെ കാണിച്ചേട്ടാ അവിടെ. പിന്നെ ഞാൻ ഇനിയും വരുന്നു. വരി എന്താ ലൈറ്റ് ഇട്ട് കാണാട്ടാ. ആയിലോട്ടെ. എന്താ റോഡും വന്ന് പറിച്ചേ തുളസി ചപ്പ. അതുകൊണ്ട് വെള്ളം ഊറ്റും. പക്ഷെ കൈക്ക് മണ്ണ. അങ്ങനെ കറ്റാർ വായ മുറിച്ചുണ്ടാച്ചിട്ടുണ്ട്. കഞ്ഞെണ്ണി ഉണ്ട്. ഇനി എന്താ വേണ്ടിയത്? ചെമ്പരത്തിൻ്റെ ഇലയും വേണം, ചപ്പും വേണം. ചെമ്പരത്തി ചപ്പിട്ടാൽ തലയെ താരനൊന്നും ഉണ്ടാവില്ല. എനിക്ക് വെറും ചെവി ചൊറച്ചലുണ്ടേനു. ഈ താരനുള്ളതുകൊണ്ട് അങ്ങനെ ചെമ്പരത്തിയിലെ ചപ്പിട്ട് ഞാൻ ആദ്യം ചപ്പ് ഇടലില്ലേനു, പൂവേനും ഇടലുള്ളൂ. അപ്പം ചപ്പിട്ടല്ല ശേഷം ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാം അസുഖമാക്കി. നമ്മളെ അസുഖം നമ്മൾ തന്നെ മാറ്റിക്കൊണ്ടിരണം. പക്ഷേ ഇനി പോയിട്ട് ചെമ്പരത്തി ചപ്പും പൂവും പറിക്കട്ടെ. നിങ്ങൾ പിന്നാലെ വരൂലേ?